ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ്. ഞാൻ നിങ്ങളുടെ രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ടു സെയിൽസ് റൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ഗതാഗത വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ എല്ലാ ആൾക്കാരും, നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരായാലും ബാക്കിയുള്ള യൂട്യൂബ് ട്രാവൽ കണ്ടന്റ് ഇടുന്ന ആൾക്കാരായാലും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാർ. ഒന്നുകിൽ നമ്മുടെ സ്വന്തം വണ്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ വാടകയ്ക്കെടുത്ത വണ്ടിയിലോ ആണ് കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നത്. ഇപ്പം പറയാനുള്ള ഒരു മെയിൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിനകത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെയാണ് സാധാരണഗതി നമ്മുടെ വണ്ടി എടുത്ത് പോകുന്നത്. അപ്പം പോലീസുകാർ ചെക്ക് ചെയ്താൽ പോലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കാരണം നമ്മൾ ഇവിടുത്തെ റൂൾസ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സീറ്റ് ബെൽറ്റ് എല്ലാമായിട്ട് ഒക്കെയാണ് യാത്ര ചെയ്യുന്നത്. നമ്പർ പ്ലേറ്റിനും യാതൊരു വിഷയവും വരുന്നില്ല. പക്ഷേ കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ എത്തിയാലും വലിയ പ്രശ്നമില്ല. കാരണം നമ്മളുടെ നമ്പർ പ്ലേറ്റ് അക്സെപ്റ്റബിൾ ആണ് തമിഴ്നാട്ടിലും. പക്ഷേ അത് കഴിഞ്ഞ് കർണാടക, മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളുടെ വണ്ടി ഫൈൻ അടിക്കാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. 100% ചാൻസസ് ഈസ് ദെയർ. മിനിമം 3000 രൂപ തൊട്ട് മുകളിലോട്ടാണ് മിക്ക സംസ്ഥാനങ്ങളും ചാർജ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നമ്പർ പ്ലേറ്റിലുള്ള പ്രശ്നം കാരണമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ നമ്പർ പ്ലേറ്റിന് എന്താ കുഴപ്പം? കാരണം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് എത്രയോ വർഷം മുന്നേ തന്നെ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റിനെ വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മെയിനായിട്ട് നമ്മുടെ കേരളം മുഖം തിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. അതായത് ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഗതാഗത വകുപ്പിൻ്റെ മന്ത്രിയും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മളിപ്പം കർണാടകയിലോട്ടൊന്ന് നമ്മുടെ വണ്ടികൾ കയറിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഫൈൻ അടയ്ക്കേണ്ട ഗതികേട്ടിലേക്ക് നമ്മൾ തന്നെ തള്ളിവിടുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മിനിമം 3000 തൊട്ട് മാക്സിമം 12000 രൂപ വരെയുള്ള എമൗണ്ടാണ് അവർക്ക് തോന്നുന്ന രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. ഈ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് അവർ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ വെളിയിലോട്ട് BH രജിസ്ട്രേഷനും ഇത് ബാധകമാണ്. BH രജിസ്ട്രേഷൻ കേരളത്തിൽ അക്സെപ്റ്റബിൾ ആയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. പക്ഷേ ആ നമ്പർ പ്ലേറ്റ് പോലും പ്രശ്നമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം. പക്ഷേ ഇത് ആരും കറക്റ്റായിട്ട് ഫോളോ അപ്പും ചെയ്യുന്നില്ല, പറയുന്നുമില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുന്നുമില്ല. ചിലപ്പം ഇത് ഗണേഷ് കുമാറിന് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ ആള് അതിനൊരു ഇനിഷ്യേറ്റീവ് സംഭവം എടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നാളെ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഐ ഹാവ് എ പ്രേയർ ടു ദ മിനിസ്റ്റർ ഓഫ് ഗതാഗത വകുപ്പ്, അതായത് റോഡ്സ് ആൻഡ് സേഫ്റ്റി, ഇതിലേക്ക് ഒരു നിവേദനം, ഐ ഹാവ് എ പ്രേയർ. എത്രയും വേഗം ഹൈ സെക്യൂരിറ്റി പ്രൊഫൈലിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രൊഫൈല് ആഡ് ചെയ്യേണ്ടതാണ്. കാരണം 2000 തൊട്ടേ യൂസ് ചെയ്യുന്ന എത്രയോ വെഹിക്കിൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ വരുന്ന പുതിയ വണ്ടികളുടെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഹൈ സെക്യൂരിറ്റി പ്രൊഫൈല് കമ്പനി തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഇപ്പം 2019 ശേഷം ഇറങ്ങിയിട്ടുള്ള എല്ലാ വണ്ടികളിലും ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ള ഫിറ്റ്നസ് ഉള്ള ബാക്കിയുള്ള വെഹിക്കിൾസ് ഇപ്പോൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ അടയ്ക്കേണ്ട, ചിലപ്പോൾ ആണെങ്കിൽ കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടിയൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഒരു
ഫ്രണ്ട്സ് സർക്കിൾ ഒക്കെ ആയിരിക്കും ഈ ടൂറിസ്റ്റ് പ്ലേസിലോട്ട് ബാംഗ്ലൂർ അങ്ങനെയുള്ള ഏരിയകളിലോട്ടൊക്കെ യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക്, വ്യക്തികൾക്ക് ഈ നമ്പർ പ്ലേറ്റ് കാരണം, നമ്മുടെ ഇവിടുത്തെ നോർമൽ രീതിയിൽ IND ഉള്ള നമ്പർ പ്ലേറ്റ് കാരണം ഫൈൻ വരുന്നു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. അത് മാറ്റിയിട്ട് 2000 തൊട്ടായാലും അതിന് മുന്നത്തെ ആയാലും അവർ അത് എന്നാണോ നമ്മുടെ